ആളുകളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബസ് കണ്ടക്ടറായിരുന്ന രജനീകാന്ത് സൂപ്പർ സ്റ്റാർ ആയ പോലെ, സാധാരണ നിലയിൽ നിന്ന് എംബാപ്പെ ഒരു ഫുട്ബോൾ ഇതിഹാസമായ പോലെ, സാധാരണക്കാരനായിരുന്ന സാന്റേഴ്സ് KFCയിലൂടെ ലോക ബ്രാൻഡായി മാറിയ പോലെ, പലതും. എന്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ മാത്രം അത്ഭുതകരമായ ഒന്നും സംഭവിക്കുന്നില്ല? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ദിവസവും സമയം എവിടെ എന്തിനായി ചിലവിടുന്നു എന്നതാണ് നമ്മളെ അത്ഭുതകരമായ ജീവിതത്തേക്കും ഫെയിലിയർ ലൈഫിലേക്കും നയിക്കുന്നത്. ഓരോ ദിവസവും കൂടുതൽ സമയവും ചിലവിടുന്നത് എന്തിനായാണ്? മനുഷ്യർ രണ്ട് തരത്തിലുള്ള സന്തോഷത്തിനായാണ് സമയം ചിലവിടുന്നത്. ഒന്ന് ഇൻസ്റ്റൻറ്റ് പ്ലഷറും, രണ്ട് ഡിലേഡ് പ്ലഷറും. പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം, പക്ഷേ സിമ്പിളാണ്. ഇൻസ്റ്റൻറ്റ് പ്ലഷർ എന്നാൽ സന്തോഷം പെട്ടെന്ന് നമുക്ക് തരുന്ന ഘടകങ്ങൾ. സോഷ്യൽ മീഡിയയിലൂടെ സമയം ചിലവിടുന്നതും, നമുക്കിഷ്ടമുള്ള ഭക്ഷണത്തിനായി സമയം മാറ്റിവെക്കുന്നതും, നമ്മുടെ പർച്ചേസും എല്ലാം ഇതിൽപ്പെടുന്നു. ഇതെല്ലാം നമുക്ക് പെട്ടെന്നൊരു സന്തോഷത്തിനായി നമ്മൾ ചെയ്യുന്നതാണ്. ഇൻസ്റ്റൻറ്റ് പ്ലഷർ നിങ്ങൾക്ക് പിന്നീട് തരുന്നത് സ്ട്രെസ്സും ഉത്കണ്ഠയും ലോ കോൺഫിഡൻസുമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ശരിയല്ലേ? എന്നാൽ ആണ് ഡിലൈഡ് പ്ലഷർ. നമ്മൾ ബോധപൂർവം നമ്മുടെ സമയവും എനർജിയും എല്ലാം നമ്മുടെ ലക്ഷ്യത്തിനായി മാറ്റിവെക്കുമ്പോൾ നമുക്ക് ഫലം ലഭിക്കുന്നത് ചിലപ്പോൾ ദീർഘകാല പരിശ്രമത്തിനൊടുവിലായിരിക്കും. പക്ഷേ ഡിലേഡ് പ്ലഷറിനെ ബോധപൂർവം സമയം മാറ്റിവെക്കുന്നവർ കോൺഫിഡൻ്റ് ഉള്ളവരും വിജയികളും ഹാപ്പിയായിട്ടുള്ളവരുമായി നമുക്ക് കാണാൻ കഴിയും. നമ്മൾ കാണുന്ന ഈ എല്ലാ അത്ഭുത മനുഷ്യരും സമയം മാറ്റിവെച്ചത് ഈ ഡിലേഡ് പ്ലഷറിന് വേണ്ടിയിട്ടാണ്. മറ്റവർക്കൊക്കെ ജീവിതത്തിലെ ഏക ലക്ഷ്യം അവരുടെ മേഖലയിൽ ബെസ്റ്റ് ആവുക എന്നത് മാത്രമായിരുന്നു. ഓരോ നിമിഷവും അവർ ചിലവിട്ടത് അവരെ ബെസ്റ്റ് ആക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഇനി നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ സമയം ചിലവിടുന്നത് എവിടെയാണ്? എൻ്റെ പ്രഷറിനായാണ് സമയം ചിലവിട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ വിഷമിക്കേണ്ട, ഇനിയും സമയം കഴിഞ്ഞു പോയിട്ടില്ല. കൂടുതൽ പരിശ്രമിച്ചാൽ പോലും നിങ്ങൾക്കും ഒരു അത്ഭുതമായി മാറാം. അത്ഭുതമായി മാറിയ എല്ലാവരും ഇനി പറയുന്ന ഈ 5 സ്റ്റെപ്പിലൂടെ കടന്നു പോയവരാണ്. അതിനെ ഓവർകം ചെയ്തവരാണ്. പരാജയപ്പെട്ടവർ ഈ 5 സ്റ്റെപ്പിൽ എവിടെയെങ്കിലും അവരുടെ ലക്ഷ്യത്തെ ഉപേക്ഷിച്ചു പോയവരും. വിജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും ആ 5 സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾ എവിടെ എത്തിച്ചേരണം, ആരാവണം എന്നതിൽ നിങ്ങൾക്ക് വ്യക്തത വേണമെന്നതാണ്. സാന്റേഴ്സ് തൻ്റെ 60 പിന്നിട്ടപ്പോൾ തൻ്റെ സ്പെഷ്യൽ ചിക്കൻ വിഭവം ലോകത്തിലേക്ക് എത്തിക്കണം എന്ന പോലെ നിങ്ങൾക്കും ആരാവണമെന്നതിൽ വ്യക്തതയുണ്ടാവണമെന്നത്. അടുത്ത സ്റ്റെപ്പ്, ഇതറിഞ്ഞാൽ അതിനായി നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും. അപ്പോഴാണ് തടസ്സങ്ങളും പ്രശ്നങ്ങളും എല്ലാം നിങ്ങളുടെ മുന്നിൽ വരുന്നത്. സാന്റേഴ്സ് തൻ്റെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ആ ഒരു ചിക്കൻ വിഭവം ഒരു പ്രൊഡക്റ്റായി ഇറക്കിയപ്പോൾ വീടുകളിൽ കൊടുത്തിട്ട് പോലും ആരും രുചിച്ചു നോക്കാൻ പോലും തയ്യാറല്ലായിരുന്നു. പലരും ഹൈജീൻ പ്രശ്നങ്ങൾ പറഞ്ഞ് സാന്റേഴ്സിനെ ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇത്തരം തടസ്സങ്ങൾ വരുമ്പോൾ പലരും തൻ്റെ ലക്ഷ്യത്തെ തന്നെ ഉപേക്ഷിച്ചു പോവുകയാണ് പതിവ്. ഇന്നത്തെ ആരുടെ മുന്നിലും അടിയറവ് വെക്കാൻ തയ്യാറാവാത്ത സാന്റേഴ്സൺ 3ാമത്തെ സ്റ്റെപ്പിലൊക്കെ കയറാൻ തീരുമാനിച്ചു. എന്തുകൊണ്ട് ഇത്രയും ടേസ്റ്റുള്ള തൻ്റെ ചിക്കൻ പലരും രുചിച്ചു നോക്കാൻ പോലും തയ്യാറാവുന്നില്ല? അതിലെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കിയ അവൻ 4ാമത്തെ സ്റ്റെപ്പിലേക്ക് കയറാൻ തീരുമാനിച്ചു. പ്രാക്ടിക്കലി എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടന്ന് തൻ്റെ ചിക്കൻ വിഭവത്തെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാം? അതിന് സാന്റേഴ്സൺ കണ്ടെത്തിയ മാർഗമായിരുന്നു ഓൾറെഡി അവിടെ ഉള്ള ഷോപ്പുകളിൽ, ആളുകൾക്ക് വിശ്വാസമുള്ള ഷോപ്പുകളിൽ തൻ്റെ ചിക്കൻ വിഭവം എത്തിക്കാൻ കഴിഞ്ഞാൽ അവിടുത്തെ പ്രൊഡക്റ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന ജനത തൻ്റെ ചിക്കനും കഴിച്ചു നോക്കി അവർ ടേസ്റ്റ് അറിഞ്ഞാൽ തൻ്റെ ചിക്കന് ആവശ്യക്കാർ വരുമെന്ന് സാന്റേഴ്സൺ അറിയാമായിരുന്നു. അതുകൊണ്ട് സാന്റേഴ്സൺ 5ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാൻ തീരുമാനിച്ചു. ഇവരെ പലരും എത്താറുണ്ട്, എന്നാൽ 5ാമത്തെ സ്റ്റെപ്പ് ചെയ്യാൻ പലരും മടിക്കുന്നതായി നമ്മൾ കാണാറുണ്ട്. എന്നാൽ സാന്റേഴ്സിന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, തൻ്റെ ചിക്കൻ വിഭവത്തെ അറിയപ്പെടുന്ന ഒരു വിഭവമാക്കി മാറ്റണം. അതിനായി സാന്റേഴ്സൺ പല ഷോപ്പുകളിലും തൻ്റെ ചിക്കൻ ഫ്രൈ വിൽക്കാൻ വെച്ചുകൊള്ളട്ടെ എന്നാവശ്യപ്പെട്ട് 1008ഓളം ഷോപ്പുകളിൽ കയറിയിറങ്ങി. അതിനുശേഷമാണ് ചിലവാകുന്നതിന് മാത്രം പണം തരാമെന്ന നിബന്ധനയോടെ ഒരു ഷോപ്പുകാരൻ അതിന് തയ്യാറാവുന്നത്. പിന്നീട് നടന്നത് ചരിത്രമായിരുന്നു. സാന്റേഴ്സിന്റെ ചിക്കന്റെ രുചി അറിഞ്ഞ ജനത ആ ചിക്കനായി ആ കടയിലേക്ക് ഓടിയെത്താൻ തുടങ്ങി. അവിടെ നിന്നാണ് നാം ഇന്ന് കാണുന്ന KFC എന്ന ആഗോള ബ്രാൻഡ് ജനിക്കുന്നത്.
ഒന്നുമില്ലായ്മയിൽ നിന്ന് സാൻഡേഴ്സൺ അത്ഭുതമായ പോലെ നിങ്ങളും അത്ഭുതമാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്നു മുതൽ ഇൻസ്റ്റന്റ് പ്ലഷറിന് പകരം ഡിലേഡ് പ്ലഷറിന് സമയം മാറ്റിവെക്കൂ. ഇതിന് ശ്രമിക്കുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ, ഒരു ഗൈഡിന്റെ സഹായം ആവശ്യമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഈ 5 മാർഗങ്ങൾ ഓവർകം ചെയ്താൽ സക്സസ് ആവുമെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാം. ഇതുപോലത്തെ സക്സസ് വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു വെരി മച്ച്.